സൂര്യ ടി വിയിൽ ഞാനൊരു ഷോ ചെയ്യുന്നുണ്ട്, സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞുകൊണ്ട്. അതിലെൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ടി വിയിൽ കാണുന്ന പരിപാടിയാണ് കടമറ്റത്ത് കത്തനാര്. നിങ്ങളും കാണുന്നുണ്ടാവും. അപ്പോൾ ഈ കത്തനാര് യഥാർത്ഥത്തിൽ ഈ മാന്ത്രിക വിദ്യകൾ കാണിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയം തോന്നി. അത് സംശയം തോന്നിയത് പിന്നെ ഞാൻ പുരാണ പുസ്തകങ്ങൾ വായിച്ചു നോക്കി. അപ്പോൾ അദ്ദേഹം കുറേ മാന്ത്രിക വിദ്യകൾ കാണിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. പക്ഷേ പലരും പറഞ്ഞു ഇപ്പോൾ ടി വിയിൽ കാണിക്കുന്നതൊക്കെ ക്യാമറ ടെക്നിക്കുകളാണെന്ന്. ഇത് യാഥാർത്ഥ്യമാണോ എന്നറിയാൻ ഞാൻ കത്തനാരുടെ സ്ഥലത്തേക്ക് ചെല്ലുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പൂർവികരായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവിടെ ഒരു കത്തനാരുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു. ശേഷം എന്താണ് ഉണ്ടായത് കാണുക. കത്തനാരുടെ താമസ സ്ഥലമാണ്, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമൊക്കെ ഉള്ള ആൾക്കാരാണ്. എന്തായാവോ? കത്തനാരുണ്ടോ? കത്തനാരുണ്ടോ? കത്തനാരില്ലേ ഇവിടെ? ഹലോ, ആ നമസ്കാരം. കത്തനാരൊന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അല്ല, ഞാനൊന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നാണ്. ചാനലിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ കത്തനാരെ കണ്ടിട്ടൊന്ന്. ആ അച്ഛനല്ലേ? പിന്നെ അച്ഛനില്ല. തന്റെ അച്ഛനല്ല, കത്തനാരച്ഛൻ ഇവിടെ ഉണ്ടോ? ഒന്ന് അകത്തുണ്ട്. ഒന്ന് വിളിച്ചാ കാണാൻ പറ്റുമോ? അച്ഛോ, അച്ഛാ. നീ വിളിക്ക് എന്റെ പൊന്നു മോനെ. അങ്ങനെ ഒന്നും വിളിച്ച അച്ഛൻ വരത്തില്ല. പിന്നെ അങ്ങനെ വരൂല. പിന്നെ ടേപ്പ് റെക്കോർഡിൽ കാസറ്റ് ഇട്ടിട്ട് മ്യൂസിക് കേൾപ്പിക്കണം, എന്നാലേ അച്ഛൻ വരുവുള്ളൂ. ആണോ? ആ മ്യൂസിക് എന്നിട്ട് അച്ഛോ. അച്ഛോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും ഈ പറഞ്ഞപ്പോ തന്നെ വടി ഒടിഞ്ഞു പോയി. അച്ഛോ, അച്ഛന്റെ മാജിക്കുകൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളാണ്. 2-3 ഐറ്റംസ് ഒന്ന് കാണിച്ചു കൊടുത്തേ. അച്ഛന്റെ ഒത്തിരി മാന്ത്രിക വിദ്യകൾ ടി വിയിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പൊ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഒറിജിനൽ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചാലേ ഞങ്ങൾക്ക് വിശ്വസിക്കാമായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നോ? അതെ അതെ. എന്നെ നട പോയി ഇവൻ പറയുന്നത്. ഈ അച്ഛനെന്താ എന്നതാട പോയി? അച്ഛൻ്റെ ഒരു മാസ്റ്റർ പീസ് ഡയലോഗ് അല്ലേ? ഇതൊക്കെ അച്ഛൻ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അതൊന്നും വിചാരിക്കണ്ടാ. അപ്പൊ എന്തെങ്കിലും ഒരു മാന്ത്രിക വിദ്യ ഒന്ന് കാണിക്കാവോ? അച്ഛോ, ഒരം കാണിച്ചു കൊടുത്തേ. നമ്മുടെ മറ്റേ സാധനം നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? ഇത് ഞാൻ വീട്ടിൽ കൊണ്ടേ നടാൻ വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ്. ചെടി? അതെ. മണ്ണിൽ നടാതെ അത് ചെടിയായോ? അതെ, 1 മാസം കഴിയുമ്പോൾ പുഷ്പിക്കും. 1 മാസം കഴിയുമ്പോൾ പുഷ്പിക്കും. അതെ, വിത്തിൻ സെക്കൻഡിനുള്ളിൽ ഞാനത് പുഷ്പിക്കാം. ഇതോ സാധനം കൊടുത്തേ. അച്ഛൻ്റെ സാധനം കൊടുത്തേ. 1 മാസം കൊണ്ട് പുഷ്പിക്കുന്ന സാധനം. എന്റെ ദൈവം കണ്ട അതോ? ഇത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്. അതെ അതെ. ഇല്ല. നമ്പർ കാണണോ? ഓക്കെ. ഇനി എന്താ ഉള്ളത്? അതെ. അച്ഛോ, മറ്റേ നമ്പർ എടുത്തേ. ഏതാ നമ്മുടെ മറ്റേ നമ്പർ? ഏതാടാ? ഓ, അറിയില്ലേ? പഴം തിന്നത് കൈ തൊടാണ്ട്. അയ്യോ വേണ്ട. ഒരു പ്രാവശ്യം കൈ തൊടാണ്ട് പഴം തരാം. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. സംഭവം അത് ഞങ്ങൾ ലണ്ടനിൽ അവതരിപ്പിച്ചല്ലേ ഈ സാധനം പോയി. ആണല്ലേ? ഒന്ന് അവതരിപ്പിക്കച്ചാ. ലണ്ടനിൽ നമ്മൾ പഴം തിന്നില്ലേ? കൈ തൊടാണ്ട് അച്ഛൻ പഴം തിന്നും. ഉഗ്ര സംഭവം അത്. ആണല്ലേ? പിന്നല്ലേ? പഴം വേണം. പഴമുണ്ട്. എന്റെ അടുത്തിന്റെ പഴം. കൈ തൊടാതെ പഴം തിന്നും. ഓക്കെ. മോശമായ പഴം. നല്ല ബെസ്റ്റ് പഴം. ചീത്തപ്പഴം. നല്ല പഴം. ഇവിടെ ചീത്ത. നോക്ക്, അതിനിപ്പുറം നല്ല പഴം. ഇവിടെ അച്ഛൻ നോക്ക്, അതിനപ്പുറം. ചുമ്മാ പറയല്ലേ? ഇവിടെ നല്ല പഴം. അയ്യ ഇങ്ങനെ അച്ഛൻ നോക്ക്, നല്ല പഴം. ഇത് കൈ തൊടാണ്ട് പഴം തിന്നു പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ല, അച്ഛൻ കൈ തൊട്ട് പഴം തിന്നു പറഞ്ഞ അത് സമ്മതിച്ചു. അച്ഛന്റെ കൈ തൊട്ടില്ല. എവിടെ പോണു?
എന്റെ പൊന്നി ചേട്ടാ ഞാനൊരു കർഷകനാണ്. ആ. കർഷകർ ഈ ലോൺ എടുത്ത് കർഷകർ കൃഷിപ്പണിയൊക്കെ ചെയ്ത് ഭയങ്കര കടായി. അതിപ്പോ എവിടെ പോയി? അതുകൊണ്ട് ഞാൻ തൂങ്ങിച്ചാവാൻ പോണേ കാണാം. ഈ കയറോണ്ട് തൂങ്ങിച്ചാവാൻ പോണോ? തൂങ്ങിച്ചാവാൻ പോണേണ്. എന്റെ അച്ഛൻ എനിക്കിനി ജീവിക്കണ്ട, തൂങ്ങിച്ചാവും ഞാൻ. പകല് പകല അച്ഛൻ ഇയാള് തൂങ്ങിച്ചാവാൻ പോണെന്ന്. എന്റെ പൊന്നച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. തൂങ്ങിച്ചെത്തിട്ട് വേണം പോകാനായിട്ട്. എന്റെ അച്ഛൻ ചാവാൻ പോണ. എന്റെ ദൈവമേ, വടിയാക്കിയോ? ഹലോ, ഇതെന്താ കാണിച്ചത്? എന്താ കാണിച്ചത്? രാത്രിയിൽ കടം വാങ്ങിയ ഡ്രസ്സിട്ട് പാഴ്ചയോ അതോ പാടിയോ? എന്റെ കയറ് തരാൻ എനിക്ക് വേലിയിട്ടാനുള്ള കയറാ. ഞാൻ ചുമ്മാ പറഞ്ഞ എനിക്ക് കയറ് കാട്ടണോ? കയറുണ്ടെങ്കിലല്ലേ നീ തൂങ്ങിച്ചാവുള്ളൂ. ഇപ്പൊ വടിയല്ലേ നീ ചാവാൻ പറ്റൂ. തൂങ്ങിച്ചവാനല്ലെന്ന്, എനിക്ക് വേലിയിട്ടാനുള്ള കയറാണത്. വേലിയിട്ടുള്ള കയറാ. അച്ഛനത് വടിയാക്കുക. അച്ഛ വേലിയിട്ടുള്ള കയറാണെന്ന്. സീരിയലിൽ വരും രാത്രിയിൽ കടം വാങ്ങിയ ഡ്രസ്സിട്ട് പാഴ്ചയോ അതോ പാടിയോ? അച്ഛന്റെ വേറെന്തോ അഭ്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞു. വേറെ എന്തൊക്കെയാ? ഒത്തിരി അഭ്യാസങ്ങളുണ്ട്. ആ. നമ്മതെ ഇവിടെ പോയില്ലേ, അമേരിക്ക പോയില്ലേ, ആ ഒരു സംഭവം കാണിച്ചു കൊടുത്താല. മറ്റേ അമേരിക്കയിൽ ഞാനല്ലേ പോയുള്ളൂ, നീ വന്നില്ലല്ലോ. അല്ലെ അല്ല ഈ ഷൂ ഇരാതെ സോക്സ് അതൊരു സംഭവല്ലേ? ഒരു പ്രാവശ്യം അമേരിക്കയിൽ ലണ്ടനിലും ചുക്കരാട്ടല്ലേ ഷൂ ഊരാണ്ട് അച്ഛൻ സോക്സ് വലിച്ചൂരി എടുക്കാനന്ന്. അത് ഭയങ്കര കഴിവ് തന്നെ. അത് ഭയങ്കര കഴിവ്. അല്ല, അവിടെ എന്തോ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞു. ലണ്ടനിൽ വെച്ച് ഇത് കണ്ട് ഒരാൾ ബോധം കെട്ട് വീണ്. ഓ, ഈ അത്ഭുതം കണ്ടിട്ടാണോ? അത്ഭുതം കണ്ടില്ല, ആ സോക്സിന് ഭയങ്കര വൃത്തികെട്ട മണമായിരുന്നു. അതല്ല, ഈ ഷൂ ഇരാതെ സോക്സ് ഊരാൻ പറ്റുന്ന ആ വിദ്യ ഒന്ന് കാണിക്കാവോ? ഒന്ന് കാണിച്ചെടുക്കട്ടെ പ്ലീസ്, ഒന്ന് കാണട്ടെ. കണ്ടോ? ഓക്കെ 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 ഓക്കെ. എന്റെ ദൈവമേ, മാന്ത്രികൻ മഹാമാന്ത്രികൻ സീരിയലിൽ വരും രാത്രിയിൽ ഇതെന്തേ കാണിച്ചത്? വാങ്ങിയ മഹാ അത്ഭുതം തന്നെയല്ലേ. ഷൂ ഇരാതെ സോക്സ് ഊരി തന്നെ ആ കാണിച്ചത്. പുള്ളിക്കാരൻ ഷൂ തൊട്ടില്ല, ഷൂ രണ്ട് സോക്സ് ഊരെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഒരു കാലിൽ ഷൂ ഇടാറില്ല അല്ലേ? ഇല്ലില്ല, അതുമീത് വലിച്ചൂരി എടുക്കണ്ടേ, പക്ഷെ ഊടാറല്ലേ അല്ല, പുള്ളിക്കാരൻ. മറ്റേ ഷൂ എന്താണ് തേഞ്ഞു പോയാ? ഇല്ലേ അത് അത് ഓട്ടയാണ്, നടന്നു നടന്നേ ഇരിക്കൂല്ലൊരിടത്തു. എപ്പോഴും നടപ്പാണ്. എപ്പോഴും നടപ്പല്ല, തേഞ്ഞു പോയി. ഓക്കെ ഓക്കെ. പിന്നെ ഈ ആദിവാസികൾ കത്തിക്കണ പോലെ ഇങ്ങനെ തീ ഉണ്ടാക്കും പറഞ്ഞു, കല്ലൊരച്ചിട്ട്. അത് അച്ഛനല്ലേ ഉണ്ടാ- Please, ഒരു പ്രാവശ്യം. അച്ഛാ, ഇവിടെ, please, ഇവിടെ, എന്തിനാണ് അച്ഛാ? നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി. നമ്മൾ സ്വിറ്റ്സർലൻഡിൽ അവതരിപ്പിച്ചില്ല അച്ഛാ. എവിടെ? 2 കല്ല് കൊണ്ട് ഒരച്ചിട്ട് പേപ്പർ കത്തിക്കും. ശരി ശരി ശരി. അത്രക്ക് ഭയങ്കര ഒന്ന് ചെയ്യോ, ഒന്ന് ചെയ്യോ. കാണണോ, ആ, കാണണം കാണണം. അച്ഛാ, ആ കല്ല് കൊണ്ട് ഉറച്ചു ഒന്ന് പേപ്പർ കത്തിച്ചേ. പ്ലീസ്. ബെസ്റ്റ് അല്ലേ? അതാ, കടലാസ് കത്തിയില്ല. ഇപ്പൊ കത്തും, ഇപ്പൊ കത്തും. കടലാസ് കത്തിക്ക്. കടലാസ് കത്തിക്കണമെങ്കിൽ തീപ്പെട്ടി വേണം. അതുകൊണ്ട് ഇങ്ങനെ അതല്ലേ പറഞ്ഞോളൂ. അതെ. അയ്യേ. അയ്യോ, അച്ഛാ, മതി. മഹാമാന്ത്രികൻ എന്റെ- സീരിയലിൽ വരും രാത്രിയിൽ കടം വാങ്ങിയ ഡ്രസ്സിട്ട് അല്ലേ, ഇപ്പൊ മനസ്സിലായില്ലേ? സമ്മതിച്ചു, ഓക്കേ. അച്ഛൻ എന്താ പറഞ്ഞത്? കല്ല് കൊണ്ട് ഉറച്ചിട്ട് പേപ്പർ കത്തിക്കുന്നു. ആ. കല്ല് കൊണ്ട് ഉറച്ച് കല്ല് മനസ്സിലായി മറിച്ചിട്ട് മനസ്സിലായി. paper കത്തിച്ചു. ഇടയ്ക്ക് അച്ഛനൊരു വൃത്തിയായിട്ട കോമിക്കൊക്കെ കാണിക്കുന്നു. ഏയ്, ഒന്നുമില്ല. ഹലോ ഹലോ, ഇവിടെ 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 എന്ത് പരിപാടിയാ ഇത്? പിന്നെ പി ആണെന്ന് മനസ്സിലായി. ഇത് എവിടെ പോണത് കൊണ്ട്? അച്ഛോ, ഒന്ന് നോക്കിയാന്ന്. ഇത്രയും വയസ്സായ ആള് പി വാങ്ങണം. അങ്ങോട്ട് കൊടുത്തു, അങ്ങോട്ട് കൊടുത്തു. അയ്യോ അച്ഛാ, ഓടിച്ചോളണ്ട അച്ഛാ. അച്ഛാ ഓടിക്കണ്ട. പാവം. ഹലോ, അത് ഓടിച്ചു കളയും. പുള്ളിക്കാരൻ ഭ്രാന്ത് കഴിഞ്ഞ് ഭയങ്കര സംഭവം ഓടിച്ചു കളഞ്ഞിരുന്നു. സീരിയലിൽ വരും രാത്രിയിൽ കടം വാങ്ങിയ ഡ്രസ്സിട്ട് അതെ, അച്ഛനോട് സംസാരിച്ച് എനിക്ക് തൊണ്ട വരണ്ടു. അതല്ലേ? ഇത്തിരി വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇത്തിരി വെള്ളം കിട്ടിയ കൊള്ളായിരുന്നു. അതെ. വെള്ളം തരാല്ല. അച്ഛൻ ഈ മാന്ത്രിക വിദ്യയിലൂടെ വെള്ളം ഉണ്ടാക്കും എന്ന് പറയുന്നത് കേട്ടോ. അതല്ലേ? ഒന്ന് കാണി. അതെ,
എനിക്കെന്റെ PP വേണം. അല്ല PP ഇല്ല, ബാക്കി എന്റെ സാധനം തരും. അവളെ പരിപാടി കാണാൻ നിന്ന കൊച്ചിനെ ഇത് വാങ്ങിച്ചെടുത്തതാ. അത് അങ്ങോട്ട് പറ. PP ഇല്ല, എന്റെ ടോപ്പി ഉണ്ട്. അപ്പൊ ഇതാ ടോപ്പി അപ്പൊ ഇതൊക്കെ PP കൊണ്ട് കൊടുക്ക്. കരയുന്ന കൊച്ചിന് മറ്റേ കണ്ണീര് അടക്കം കർച്ചീഫും കൊടുക്കും. ഭയങ്കര വില്ലനാണത്. വെള്ളം വെള്ളം കൊണ്ട് തരാം. അച്ഛാ നോക്കാം. ഇവിടെ വന്നെ ആരും ദാഹിച്ചും വിശന്നും പോകാൻ പാടില്ല. അച്ഛന് നിർബന്ധമുള്ള കാര്യം. കഴിച്ചു. ഇത് ഭയങ്കര പ്രശ്നമുള്ളത്. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് വെള്ളം തീർന്നു. ഇത് എന്നെ പരിപാടിയാണ് കാണിച്ചത്. ഇത് ശരിയല്ലത്. ഇത് അടവാണല്ലോ. പിന്നെ കുടിച്ച വെള്ളവനെ കൊണ്ട് കുടിപ്പിക്കണം. ആ ഇത് കണ്ടതേ. എന്റെ PP എന്നാ പരിപാടി കാണാനിരുന്ന കൊച്ചിനെ ഇത് വാങ്ങിച്ചെടുക്കുന്ന PP വേണം. അച്ഛോ, ഇയാള് വെള്ളം അടിച്ചാതെ പ്രശ്നമുണ്ടോ? ഇയാളെ കൊണ്ട് ആ വെള്ളം ഒന്ന് ഒഴിപ്പിക്കണം. എന്ത് വെള്ളം? എനിക്ക് എന്റെ PP തരണം. കൊടുക്കാം. മറ്റത് കൊണ്ടുവരൂ. മറ്റതാ കുടിച്ച വെള്ളവിനെ കൊണ്ട് പിടിപ്പിക്കാം. എന്ത് വെള്ളമാണെങ്കിലും എനിക്ക് എന്റെ PP തരണം. മദ്യപിച്ച് വന്ന് നമ്മുടെ മദ്യപിച്ച് സംസ്കാരത്തെ അശൂന്യമാക്കുന്നു. ആര്? ഇല്ല, നിന്നെ ഞാൻ വിടില്ല. ഞാൻ കാര്യമായിട്ട് പറയാം. എനിക്ക് നിന്നെ എന്റെ PP നശിപ്പിക്കും. വേണം. വരട്ടെ. PP തരും. മഹാമാന്ത്രികൻ സീരിയലിൽ വരും രാത്രിയിൽ കടം വാങ്ങിയ ഡ്രസ്സിട്ട് അതെ, വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇങ്ങോട്ട് വരിക. കള്ളിയങ്കാട്ട് ജിജിയ ആണി അടിച്ചു വിട്ട. നിങ്ങളുടെ അച്ഛനെ ആണി അടിച്ചു വിട്ടാണ് കല്ലിയങ്കാട്ട് ജിജി. പോയിക്കോളൂ. അല്ല അച്ഛാ, ഇതൊക്കെ പോട്ടെ. ഇതൊക്കെ സാധാരണ ആൾക്കാർ കാണിക്കണാണ്. എനിക്ക് കണ്ടിരുന്നിട്ട് മുതുകാട് സാമ്രാജ്യം കാണിക്കുന്ന മാജിക്കാണ്. അതായത് ഈ ചങ്ങലിട്ട് പൂട്ടിയതിന് ശേഷം അതിന്റെ അകത്ത് രക്ഷപ്പെടുക. അച്ഛൻ അത് പറ്റുമോ അച്ഛനെ? അച്ഛൻ രക്ഷപ്പെടുവല്ലോ. ചെയ്യോ? പിന്നല്ലേ. ഓക്കെ, ചങ്ങല കൊണ്ടിട്ടുണ്ടാ? ചങ്ങലൊക്കെ ഞാൻ കൊണ്ട് നിർത്തി. ഇപ്പൊ പൂട്ടിതോ? ഓക്കെ, ആർക്കാണെങ്കിൽ ഒരു രണ്ടുപേരൊന്ന് കടന്നു വരിക എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ആർക്കാണെങ്കിൽ ഒരു അച്ഛനെ ചങ്ങലിട്ട് പൂട്ടാൻ പോവുകയാണ്. പ്രിയരെ, ആർക്ക് വേണമെങ്കിലും വന്ന് ചെക്ക് ചെയ്യാം ഇദ്ദേഹം അണിഞ്ഞിരിക്കുന്ന ചങ്ങല യഥാർത്ഥത്തിൽ പൂട്ടിയതാണോ എന്ന്. ആർക്ക് വേണമെങ്കിലും വന്ന് ചെക്ക് ചെയ്യാം പ്ലീസ്. ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും വരാം പ്ലീസ്. അവിടുത്തെ ലൈറ്റ് ഒന്ന് മാന്ത്രികൻ മഹാമാന്ത്രികൻ